എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബബിത. പേര് പേര് ബബിത. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. ഞാൻ ഒരു ഫാമിലി എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ എനിക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാനും എന്താ പറയുക, അത് ഡൗൺലോഡ് ആക്കാനോ അല്ലെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്യാനോ ഒന്നും അറിയില്ല. ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. എനിക്ക് തോന്നുന്നു ഞാൻ 2017 തൊട്ട് തന്നെ ഇത് ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ കുറേ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇതെങ്ങനെ അപ്ലോഡ് ആക്കും ചെയ്യണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് എഡിറ്റ് ചെയ്ത് തരാനും ഇത് ക്രിയേറ്റ് ചെയ്ത് തരാനും അറിയില്ല. പിന്നെ ഞാൻ കുറേ ഒറ്റയ്ക്ക് ചെയ്യാനൊക്കെ ആഗ്രഹിച്ചെങ്കിലും അത് ചെയ്ത് തരാൻ ആളുണ്ടായിരുന്നില്ല. പിന്നെ അതങ്ങ് വിട്ട് എന്തായാലും നമ്മളെക്കൊണ്ട് നടക്കില്ല എന്നുള്ള ഇതുകൊണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ബാംഗ്ലൂർ താമസിക്കുന്ന എൻ്റെ ഫ്ലാറ്റിൽ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവനോട് ഞാൻ ചോദിച്ചു, മോനെ ഇതൊന്ന് അപ്ലോഡാക്കി ഈ ഫോട്ടോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചപ്പോൾ ആ കുട്ടിയാണ് എനിക്ക് കുറച്ചൊക്കെ ശരിയാക്കുന്നത്. ഇത് എത്രത്തോളം വ്യൂവേഴ്സ് കിട്ടുമെന്നോ അല്ലെങ്കിൽ എത്രത്തോളം ഇതിന് ഫുൾ ക്ലിയറായി ചെയ്തിട്ടൊന്നും അറിയില്ല. അവനിത് ഏകദേശം ഒന്ന് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കാരണം. പിന്നെ എൻ്റെ വീഡിയോസിൽ മെയിനായിട്ടും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കുക്കിങ്ങോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള സാധാരണ എന്താ പറയുക വീട്ടമ്മമാർ ചെയ്യുന്നതൊക്കെ, ഈ പാത്രം കഴുകലും അടിച്ചു വാരുന്നതും ക്ലീനിങ്ങും ഇതൊക്കെ തന്നെയല്ലേ എല്ലാ വ്ളോഗിലും, ഞാൻ മിക്ക വ്ളോഗിലും അതൊക്കെ തന്നെ കാണും. പക്ഷേ എനിക്ക് ഈ ഫ്ലാറ്റിനുള്ളിലുള്ളതൊക്കെ കാണിക്കാം. പിന്നെ നമ്മൾ പുറത്ത് പോണ വീഡിയോസും, ശരിക്കും പറയാൻ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ വന്നിട്ട് ഇപ്പോൾ ഞാൻ 5 വർഷം ആവാനാണ് കൊടുത്ത്. ബാംഗ്ലൂർ വന്നിട്ട് വീഡിയോസ് എടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു ഓരോ സ്ഥലത്ത് പോയി കാണുന്നത്. പക്ഷേ എനിക്കത് എന്താ പറയുക, ഈ ഒരു പ്രശ്നം കാരണമാണ് എനിക്കത് ഞാൻ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എടുക്കാൻ പിന്നെ ശ്രമിച്ചില്ല. പിന്നെ പേഴ്സണലായിട്ട് എനിക്ക് എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ ഇവർ ആണ് ഞങ്ങളുടെ ബാംഗ്ലൂർ താമസിക്കുന്നത്. ഇത് ആദ്യം തന്നെ ഞാനിത് ഇങ്ങനെ ഒരു എന്താ പറയുക, ആദ്യം എൻ്റെ ഈ സംസാരം മാത്രം ഇടുന്നതെന്ന് വെച്ചാൽ അറിയണമല്ലോ ഞാൻ എന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇവിടെ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എൻ്റെ ഒരു സംസാരം അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ എത്രത്തോളം എത്രത്തോളം എന്താ പറയുക നമ്മളെ വ്യൂവേഴ്സ് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്നാലും പിന്നെ എൻ്റെ സ്വന്തം വീട്, എൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാകും. എൻ്റെ സ്വന്തം വീട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാ അമ്മമാരും എന്താ പറയുക അനിയത്തിമാരും ചേച്ചിമാരും എല്ലാവരും, ഈ ലോകത്തെ എല്ലാവരും മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വായപ്പൻ്റെ മണ്ണിൽ തന്നെയാണ് എൻ്റെ വീട്. അതും എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് പോലും ഇല്ല, തികച്ചില്ല. അപ്പോൾ അവിടുത്തെ കുറേ വിശേഷങ്ങൾ, കാരണം നമ്മളെ ഞാനും എൻ്റെ അമ്മയും അനിയത്തിയും ഒരാളെയും ദ്രോഹിച്ചില്ല. പക്ഷേ നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം കച്ചകെട്ടി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ച് പറയാനും, പിന്നെ എൻ്റെ കുറച്ച് ഞാൻ എന്താണ്, അല്ലെങ്കിൽ ചില ആൾക്കാർ ചില കാര്യങ്ങളൊക്കെ കേട്ട് എയറിൽ നിർത്തുമല്ലോ, ഈ തെറ്റുകൾ അങ്ങനെ പറഞ്ഞു, തെറ്റുകൾ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ. ഇത് എൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ എന്താ പറയുക, ഈ ഒരു കാര്യം എനിക്ക് അറിയണം. കാരണം ഞാൻ, എൻ്റെ അമ്മ, എൻ്റെ അനിയത്തി, എൻ്റെ അമ്മയുടെ അമ്മ അടങ്ങുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ആ ഫാമിലിയിൽ ഉണ്ടായ സംഭവങ്ങളും എൻ്റെ എൻ്റെ കല്യാണം 2018 കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കുറേ വിശേഷങ്ങളും, അല്ലെങ്കിൽ ഈ ബബിത എന്ന വ്യക്തിക്ക് എൻ്റെ ഈ ഫോട്ടോ കാണുമ്പോൾ അറിയുന്ന ആൾക്കാർക്ക് അയ്യോ ഇത് ബബിയുടെ ചാനലാണോ, അവൾ എന്താ പറയണം എന്നറിയാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരും കൂടി അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനും ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചത്. പിന്നെ കുറച്ച് എൻ്റർടൈൻമെൻറ്റും, നമുക്കൊരു മനസ്സമാധാനം കിട്ടുകയാണെങ്കിൽ അത് കിട്ടട്ടെ എന്ന് വെച്ചിട്ടുള്ളത്. നമുക്ക് എന്താ പറയുക, എനിക്ക് എത്രത്തോളം ദിവസം ബ്ലോഗ് ഇടാൻ പറ്റുമോ, എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയാം. എന്നാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി. പിന്നെ ബാംഗ്ലൂർ എനിക്ക് ഒറ്റയ്ക്ക് പോയി എന്താ പറയുക അങ്ങനത്തെ വീഡിയോസൊന്നും എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും തോന്നുന്നു. കാരണം ഇവർ രണ്ടാളും, ഒരാൾക്ക് 5 വയസ്സും ഒരാൾക്ക് 6 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ രണ്ടുപേരും എന്താ പറയുക, ഇവരൊക്കെ ആയിട്ട് എന്താ പറയുക, നമ്മൾ ഈ പർച്ചേസിങ്ങിന് പോകുന്ന വീഡിയോ ഒക്കെ ഇടുന്നൊക്കെ അറിയില്ല. അത് കാരണം ഭാഷ അറിയാത്ത കാരണം കൊണ്ട് അതുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ ആ ഒരു വീഡിയോസ് അതിന് വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങാൻ കാരണം. പിന്നെ എത്രത്തോളം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് എന്താ പറയുക, ചാനൽ മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യണം എന്ന് മാത്രമേ അപേക്ഷയുള്ളൂ. ഞാൻ എന്താണ് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു അപേക്ഷ മാത്രമുണ്ട്. കാരണം ഇത് അറിയണം. നമ്മൾ വെറുതെ ഇരുന്ന് ചൊറിയുമ്പോൾ നമുക്ക് ഒരു നിവൃത്തിയില്ല. പിന്നെ നമ്മളെ ദ്രോഹിക്കുന്ന ആൾക്കാരോടും ദ്രോഹിക്കുന്ന ആൾക്കാരും കുറേ കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട്. അത് ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല, നാളെ എന്താ കുട്ടി പറയാൻ പോകുന്നത് എന്നാഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ കൂടി എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്കിതൊന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം എൻ്റെ ഫാമിലിയല്ല, എൻ്റെ അമ്മ, അനിയത്തി, ഞങ്ങൾ ഈ 3 എണ്ണത്തിനെ എന്താ പറയുക, നമ്മളിങ്ങനെ കുത്തി ചുരണ്ടി ഇടുമ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ. അപ്പം മുന്നോട്ടുള്ള വീഡിയോയിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. എന്താ പറയുക, എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. നമസ്കാരം.